ബാക്ക് ടു യാൻസുൺ ടോക്സ്. യാൻസുൺ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. അതെ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടി, +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത ഒരു വിവരമാണ് ഇപ്പോഴായിട്ട് കൂടുതൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ആദ്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം ഞാലിക്കോണ സ്വദേശി ആദിത്യയാണ് മരിച്ചത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, സൈബർ ആക്രമണം കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സൈബർ ബുള്ളിയിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണങ്ങളെല്ലാം നേടിക്കൊണ്ട് തന്നെ ജീവിതം മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇതിന്റെ ചില ദൂഷ്യഫലങ്ങൾ കാരണം ജീവിതം പോലും അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്നൊരു വലിയൊരു വസ്തുതയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ദിത്യ എന്ന പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആത്മഹത്യ ചെയ്യുന്നത്. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ഈ ഒരു വിഷയം ഉണ്ടായത് എന്നാണ് കൂട്ടുകാരികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പറയുന്നത്. നെടുമങ്ങാട് സ്വദേശിയായ ഒരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നും 3 മാസങ്ങൾക്ക് ശേഷം ആ പ്രണയം വേണ്ടെന്ന് വെക്കുന്നതിന്റെയും പിന്നിൽ അതിനുശേഷം ഒരുപാട് സൈബർ അറ്റാക്സ് നേരിടുകയും ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടി സ്യൂസൈഡ് ചെയ്തത് എന്ന തരത്തിലേക്കാണ് വാർത്തകളെല്ലാം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് എത്രത്തോളമാണ് ഒരു മനുഷ്യന്റെ ലൈഫിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത്. ഒരു മൈൻഡ് കോച്ച് എന്നൊരു പെർസ്പെക്റ്റീവിൽ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണിത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും മാറ്റേഴ്സ് ആണ്. മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ് എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുകയും അല്ലെങ്കിൽ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ കാരണം, സൈബർ ബുള്ളിയിങ് കാരണം ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണ് ആളുകൾക്കുള്ളത്. ഇന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിയാണ് +2 വിദ്യാർത്ഥിനിയായിട്ടുള്ള കുട്ടിയാണ് സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഒരുപാട് നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയും ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ ലൈഫ് മുന്നോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ കുട്ടിയുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ അതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഈ കുട്ടി നേരിടുന്ന സമയത്ത് ആ കുട്ടിയുടെ മെന്റൽ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലെയുള്ള ഓരോ കമന്റുകൾ ഇടുന്നവരുമാണ് ഇത്തരത്തിലുള്ള മരണത്തിന്റെ ഉത്തരവാദികൾ എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിന് വലിയ തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ മരണത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്ന വലിയൊരു സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചറിയപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവേണ്ടതാണ്. എപ്പോഴും ഈ സൈബർ ബുള്ളിയിങ് കാരണം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ, ഐസൊലേഷൻ, ഒറ്റപ്പെടല് ഫീൽ ചെയ്യുക. അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണോ, എന്റെ ഭാഗത്തുള്ള പ്രോബ്ലം കൊണ്ടാണോ, ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നാതിരിക്കുക. ഒരുപക്ഷെ ലൈഫിലുള്ള പല സിറ്റുവേഷൻസിനെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നതും അതിലൊരുപാട് നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ കുട്ടിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് ആ കുട്ടി സ്യൂസൈഡ് ചെയ്യാം. നമുക്കിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേപോലെയുള്ള വാർത്തകളാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും. ഇത് നമ്മുടെ ഫിസിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. സൈബർ ബുള്ളിങ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് ഐസൊലേഷൻ. അത് നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തും എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരാളോട് മിണ്ടാനും സംസാരിക്കാനും ഒന്നും തോന്നാതെ നമ്മളിങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ മെന്റൽ ഡിസ്ട്രെസ്, ഭയങ്കരമായിട്ട് നമ്മളൊരു വല്ലാത്തൊരു സ്ട്രെസ്സിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകും. ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ ഈ പറയുന്ന സൈബർ ബുള്ളിങ് കാരണം ഉണ്ടാവുന്നതാണ്.
നമ്മൾ കാണുന്നതല്ലേ, എത്ര പെൺകുട്ടികളാണ്, എത്ര ആളുകളാണ് സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കമന്റുകളാണ്. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് അവിടെ അവളുടെ ഗെയിം കളിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ കുട്ടിയെയും ആ കുട്ടിയുടെ വീട്ടുകാരെയും പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള കമന്റുകളാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലാണെന്നെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ ഇതിന് ഇരയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു കാര്യം, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഇട്ടത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ ഇത് കിട്ടിയിട്ടുള്ള ആളുകളുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന് അത് വലിയ തരത്തിൽ ഒരു പ്രശ്നമാവുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, അവർക്ക് മെന്റലി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് അവർക്കൊരു തലവേദന ഉണ്ടാവുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ സെൽഫ് ഇമേജിനെ അത് ബാധിക്കും. ഒരുപാട് മുഖമില്ലാത്ത ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അവരുടെ ഈ അക്കൗണ്ടിന് താഴെ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിന് താഴെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അത് കേൾക്കുന്ന അല്ലെങ്കിൽ അത് വായിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് എത്ര വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സൈബർ ബുള്ളിങ് കാരണം നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവുകയും, അതുപോലെ തന്നെ സൂസൈഡൽ തോട്ട്സ് ഏറ്റവും വലിയൊരു സിമ്പൽ എന്നല്ല, ഏറ്റവും വലിയൊരു സിംറ്റം ആണ് ഈ പറയുന്ന സൂസൈഡൽ തോട്ട്സ്. അതേപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ, അതിന്റെ ഒക്കെ വലിയ വലിയ രീതിയിലേക്ക് പോകുന്ന ഒരു ഫോം ഓഫ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫോം, അതായത് ഇപ്പം ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ ഒന്ന് കുറച്ച് ഇൻക്രീസ് ആയി വരുന്ന ഒരു പോയിന്റ് ആണ് സൂസൈഡൽ തോട്ട്സ്. പലപ്പോഴും രാത്രികളിലൊക്കെ ആയിരിക്കും ഈ ഒരു തോട്ട്സ് പലർക്കും വരിക. കാരണം ഈ ഓവർ തിങ്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പരാജയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള സൈബർ അറ്റാക്ക് ആണ് അവർക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ DM പോയി മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ കമന്റ് ബോക്സിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുകയും, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കാം. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പലരും അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കും ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള കമന്റുകൾ, നിങ്ങൾ അങ്ങനെ ഒരു കമന്റ് ഇടുന്ന സമയത്ത് ഇതുപോലെയുള്ള മരണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സൂസൈഡൽ തോട്ട്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പോയിന്റ് ആണ്. കാരണം അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ, അത് അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ പോലും ഇതുപോലെയുള്ള മോശം കമന്റുകൾ അത് അവരുടെ ലൈഫിനെ വേറെ തന്നെ തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ്. സെൽഫ് ഓത് വെക്കുക, അതായത് ഞാൻ കാരണം ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ആ ഒരു ഓത് നിങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു നന്മയാ. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനത്തെ നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടൂ. നിങ്ങൾക്കൊരു ആൾ ചെയ്യുന്ന ആക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരുടെയും ഐഡിയോളജീസ് ഡിഫറെന്റ് ആണ്. സോ ഒരാളുടെ ഐഡിയോളജി മറ്റൊരാൾക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ അയാളുടെ ആ കാര്യത്തിന് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അതോടൊപ്പം തന്നെ അയാളുടെ അഭിപ്രായത്തെ, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ ആ വിയോജിപ്പ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അതിന് നിങ്ങൾ അനാവശ്യമായി വളരെ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമും ആ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഇമേജും എല്ലാം, പലരുടെയും ഒരു ഉദ്ദേശം തന്നെ അതാണ്, അവരുടെ കോൺഫിഡൻസ് തകരണം. ഇനി അവൾ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല, ഇനി അവനൊരു പോസ്റ്റ് ഇടാൻ പാടില്ല. ഈ ഒരു തോട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ ചെയ്യുന്നതുണ്ടല്ലോ, ആ ഒരു ആക്ട് ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് ആണ് നിങ്ങൾ ആ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. കാരണം നിങ്ങൾ ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള ഓരോ ഹ്യൂമൻ ബീയിങ്സും എല്ലാവർക്കും ഒരുപാട് പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് അലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം.
ഇന്നിപ്പം ഈ ഒരു വാർത്ത ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ ഒരുപാട് വാതോരാതെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ ഇന്ന് ഒരു പക്ഷെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ആദിത്യ എന്ന പെൺകുട്ടിയുടെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ കുറെ RIP സിസ്റ്റർ, അവൾ ഒരുപാട് നന്മ ചെയ്തവളായിരുന്നു, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് കമന്റ്സ് കാണും. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്ത കമന്റ് ഉണ്ടല്ലോ, അതൊരു 3 വീക്സ് മുന്നേ നിങ്ങൾ അവളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവളെ കംഫർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് ആണ് ഇട്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവിച്ചേനെ. ഇനി ഇതുപോലെയുള്ള മരണങ്ങള് അല്ലെങ്കിൽ മരണ വാർത്തകള് നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലെ ബെൽ ഐക്കൺ നിങ്ങൾ ഒന്ന് സ്വിച്ച് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ചിൽവ ചാൻസൺ സൈനിങ് ഓഫ്.